ഇമ്രാൻഖാന്റെ തിരോധാനത്തെ ചൊല്ലി വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് റാവൽപിണ്ടിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പാക് സർക്കാർ. കൂടാതെ പ്രദേശത്ത് കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാതിരിക്കാനായി പാക് ഭരണകൂടം ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിലേക്കും കടന്നതായി ആരോപണങ്ങൾ ഉയരുന്നു. ഇമ്രാൻഖാന്റെ ആയിരക്കണക്കിന് അനുയായികൾ തെരുവിലിറങ്ങാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം ഇതാണ്: ഇമ്രാൻഖാൻ ശരിക്കും ജീവനോടെ ഇരിപ്പുണ്ടോ? നഗരത്തിലെ വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി 144 പ്രഖ്യാപിച്ച ഭരണകൂടം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇന്റർനെറ്റും വിച്ഛേദിച്ചോ എന്നൊരു ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ. ഡിസംബർ 1 മുതൽ 3 വരെ പ്രാബല്യത്തിൽ വരുന്നതാണ് ഈ നിരോധനാജ്ഞ. 5 അതിലധികം ആളുകളോ കൂട്ടം ചേരുന്നത് പൂർണ്ണമായി തടയുന്നു. ഇതോടെ റാലികൾ, ധർണകൾ, പ്രകടനങ്ങൾ എന്നിവയെല്ലാം തന്നെ നിയമവിരുദ്ധമായി മാറിയിട്ടുണ്ട്. ക്രമസമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ട് ചില ഗ്രൂപ്പുകൾ വൻ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുന്നുവെന്ന നിർദ്ദിഷ്ട രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ഈ കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതെന്ന് പാക് അധികൃതർ പറയുന്നു. 2023 ഓഗസ്റ്റ് മുതൽ തടവിൽ കഴിയുന്ന PTI പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് നേതാവ് ഇമ്രാൻഖാന് വേണ്ടിയാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഡെത്ത് സെൽ തടങ്കലിൽ കഴിയുന്നു എന്ന ആരോപണങ്ങൾക്കും ഇടയിലാണ് ഖാനുമായി ബന്ധപ്പെടാൻ അനുമതി തേടി PTI റാലിക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇസ്ലാമാബാദ്, റാവൽപിണ്ടി തുടങ്ങിയ നഗരങ്ങളിൽ മുൻപ് നടന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുന്നോടിയായി അധികാരികൾ മൊബൈൽ ഡാറ്റ, ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങളുടെ ഏകോപനം തടയാനും വിവരപ്രവാഹം നിയന്ത്രിക്കാനും വേണ്ടി ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് അധികൃതർ വീണ്ടും ചെയ്തേക്കുമോ എന്ന ആശങ്ക ജനങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. PTI അനുയായികൾ കടുത്ത ആശങ്കയിലാണ്. തങ്ങളുടെ നേതാവിനെ പുറം ലോകവുമായി ബന്ധമില്ലാതെ പാർപ്പിച്ചിരിക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു. ഇമ്രാൻഖാന്റെ കുടുംബത്തിന് ആഴ്ചകളായി അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത് അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ഭയം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങുന്നത് തടയാനും പൊതുക്രമസമാധാനം സംരക്ഷിക്കാനും നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണെന്നാണ് സുരക്ഷാ ന്യായീകരണങ്ങൾ ഉന്നയിച്ച് സർക്കാർ വാദിക്കുന്നത്. പാകിസ്ഥാനിലെ മുൻ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിഷേധങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും നടക്കുന്ന സമയങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നത് പതിവാണ് എന്നാണ്. ഇത് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രതിഷേധങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഏകോപനത്തെ തകർക്കുകയും മാധ്യമ കവറേജിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പാകിസ്ഥാൻ ജനകീയ പ്രക്ഷോഭങ്ങളെ അവിടുത്തെ സൈനിക ഭരണകൂടം എങ്ങനെയാണ് എന്നതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നിരോധനാജ്ഞ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.